റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ആശുപത്രികളിലെ A&E വിഭാഗങ്ങൾ അടിയന്തര ആവശ്യങ്ങൾക്കായി രോഗികൾ എത്തുന്ന പ്രധാന കേന്ദ്രങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇവിടെ നിന്ന് യാതൊരു ചികിത്സയും ലഭിക്കാതെ മടങ്ങുന്നവരുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയ NHS കണക്കുകളുടെ പരിശോധനയിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. അടിയന്തര ആശുപത്രി ചികിത്സകൾക്ക് ആവശ്യകത കൂടുകയും കാത്തിരിപ്പ് സമയം നീളുകയും ചെയ്യുന്നതിന് രോഗികൾ ചികിത്സ കിട്ടാതെ മടങ്ങുന്ന അവസ്ഥ വർദ്ധിച്ചതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയ NHS കണക്കുകളുടെ പരിശോധനയിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. അടിയന്തര ആശുപത്രി ചികിത്സകൾക്ക് ആവശ്യകതകൾ കൂടുകയും കാത്തിരിപ്പ് സമയം നീളുകയും ചെയ്യുന്നതിനിടെയാണ് രോഗികൾ ചികിത്സ കിട്ടാതെ മടങ്ങുന്ന അവസ്ഥ വർദ്ധിച്ചതെന്ന് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു. 2025 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ 3,20,000-ലേറെ ആളുകൾ A&E വിഭാഗങ്ങളിൽ നിന്ന് ചികിത്സ കിട്ടാതെ മടങ്ങി. 2019 കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 3 ഇരട്ടി വർധനവാണ്. 12 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്ന രോഗികളുടെ എണ്ണത്തിൽ 90 മടങ്ങ് വർധനവും രേഖപ്പെടുത്തി. ഭൂരിഭാഗം രോഗികളും ദീർഘകാല കാത്തിരിപ്പിൽ മടുത്തിട്ടാണ് A&E വിട്ടത്. ചികിത്സ ലഭിക്കാതെ രോഗികൾ മടങ്ങുന്നത് അപകടകരമായ പ്രവണതയാണെന്നും ആരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയുടെ ലക്ഷണമാണെന്നും RCN ജനറൽ സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഫസർ നിക്കോള റേഞ്ചർ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടനിലെ വീടുകളുടെ വിലയിൽ വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തിയതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസം മുൻവർഷം നവംബറിനേക്കാൾ വീടുകളുടെ വിലയിൽ 0.3% വർധനയാണ് ഉണ്ടായത്. UK-യിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റി ആയിട്ടുള്ള നേഷൻ വൈഡ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒക്ടോബറിൽ വീടിന്റെ ശരാശരി വില 2,72,226 പൗണ്ട് ആയിരുന്നത് നവംബറിൽ 2,72,998 പൗണ്ടായി ഉയർന്നു. സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നത് 0.1% വളർച്ച മാത്രമായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഉയർന്ന വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിപണിയിലെ പ്രവണതകൾ വീടുകളുടെ വിലയിലെ 0.3% വർധനവ്, ശരാശരി വില വർധനവ് 772 വർദ്ധിച്ചു, പ്രവചിച്ചതിനേക്കാൾ ഉയർന്ന വളർച്ച. കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച ബജറ്റിൽ ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ച മാൻഷൻ ടാക്സ് വീട് വിപണിയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് നേഷൻസ് വൈഡിന്റെ ചീഫ് എക്കണോമിസ്റ്റ് റോബർട്ട് ഗാർണർ വ്യക്തമാക്കി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ചുംബിക്കുവാൻ ശ്രമിക്കുന്ന വീഡിയോ വൈറലായതിന് പിന്നാലെ മാപ്പ് പറഞ്ഞ് പോളണ്ടിൽ താമസിക്കുന്ന മലയാളി യുവതി. വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഒട്ടേറെ പേർ യുവതിയുടെ പെരുമാറ്റം അനുചിതമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. താൻ പങ്കുവെച്ച വീഡിയോ പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത്. കുട്ടിയുടെ അമ്മ അടുത്ത സുഹൃത്താണ്. മാതൃസഹജമായ വാത്സല്യത്തോടെയാണ് കുട്ടിയെ ചുംബിക്കുവാൻ ശ്രമിച്ചത്. ഇതിനെ സംബന്ധിച്ച് മോശമായ കമന്റുകൾ വന്നത് വേദനിപ്പിച്ചുവെന്നും കുട്ടികളെ മടിയിലിരുത്തി താലോലിക്കുന്ന സംസ്കാരമാണ് കണ്ടു വളർന്നത്. ഇത് യൂറോപ്പിൽ ഇത്ര വലിയ വിവാദമാകുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നും ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് യുവതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ട്രായ് CBI ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വീഡിയോ കോൾ ചെയ്ത് ഡോക്ടർ ദമ്പതികളിൽ നിന്നും പണം തട്ടുവാനുള്ള നീക്കം കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ സമയബന്ധിത ഇടപെടലിലൂടെ പരാജയപ്പെടുത്തി. ഡോക്ടർ ദമ്പതികളുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് ട്രായ് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയ ആൾ ഫോണിലൂടെ അറിയിക്കുകയായിരുന്നു. നടപടികളുടെ ഭാഗമായി ലൈവ് വാട്സ്ആപ്പ് വീഡിയോ കോളിലേക്ക് പ്രവേശിക്കുമെന്നും നിർദ്ദേശിച്ചു. വീഡിയോ കോളിലേക്ക് എത്തിയപ്പോൾ എതിർവശത്തുണ്ടായിരുന്ന വ്യക്തി സ്വയം പരിചയപ്പെടുത്തിയത് ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെന്നാണ്. തുടർന്ന് മറ്റൊരാൾ CBI ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ വീഡിയോ കോളിൽ വന്നു. ദമ്പതികൾ നിയമപരമായ അന്വേഷണം നേരിടുകയാണെന്നും ബാങ്ക് അക്കൗണ്ടിലുള്ള വിശദാംശങ്ങൾ ഉടൻ നൽകണമെന്നും അറിയിച്ചു. അക്കൗണ്ടിലുള്ള പണം മുഴുവൻ സുപ്രീം കോടതിന്റെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അക്കൗണ്ടിലേക്ക് ഉടൻ മാറ്റണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. സംശയം തോന്നിയ ദമ്പതികൾ ഉടൻ കണ്ണൂർ സിറ്റി ക്രൈം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തട്ടിപ്പ് സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പണം കൈമാറുന്നതിന് മുൻപ് തട്ടിപ്പ് ശ്രമം തടയുവാനായി സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയാണ്. സർക്കാർ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ ചോർത്തി അശ്ലീല വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണം. തിരുവനന്തപുരം കൈരളി ശ്രീനില തിയേറ്ററുകളിലെ ദൃശ്യങ്ങളാണ് ചോർന്നത്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയതായി KSFDCയും അറിയിച്ചു. തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് അശ്ലീല വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. പെയ്ഡ് സൈറ്റുകളാണ് ഇത്തരം ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത്. CCTV ഹാക്ക് ചെയ്ത ദൃശ്യങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാർ ചോർത്തിയതോ ആയിരിക്കാമെന്നാണ് പോലീസ് നിഗമനം. CCTV ദൃശ്യങ്ങളിൽ കാണുന്ന തിയേറ്ററിലെ സീറ്റുകളിൽ KSFDCയുടെ ലോഗോ അടക്കമുണ്ട്. തിരുവനന്തപുരത്ത്
ഇപ്പോഴത്തെ ആളൊഴിഞ്ഞ തിയേറ്ററിൽ സിനിമ തുടങ്ങിക്കഴിഞ്ഞ ഒരു പുരുഷനും സ്ത്രീയും അടുത്തിടപഴകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല. രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. അറസ്റ്റ് തടയണമെന്ന രാഹുലിന്റെ ഹർജിയും കോടതി തള്ളി. ഇതോടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി S. നസീർ വിധി പ്രഖ്യാപിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും. ജാമ്യം കോടതി നിഷേധിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. ഇനി കായിക വാർത്തകൾ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ടൂർണമെന്റിൽ ബീഹാറിനെതിരെ ഗോവയ്ക്ക് 5 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത് ബീഹാർ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുത്തപ്പോൾ 19.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഗോവ വിജയ റൺസ് കുറിച്ചു. 14-കാരൻ വൈഭവ് സൂര്യവംശി ഉൾപ്പെടെയുള്ള മുൻനിര ബാറ്റർമാരെ മികച്ച സ്കോർ സമ്മാനിച്ചിട്ടും ഗോവയ്ക്ക് മുന്നിൽ പ്രതിരോധിച്ചു നിൽക്കുന്നതിൽ ബീഹാർ ബോളർമാർ പരാജയപ്പെടുകയായിരുന്നു. ബീഹാർ ക്യാപ്റ്റൻ സാക്കിബുൾ ഗനി അർദ്ധ സെഞ്ചുറി നേടി പുറത്തായി. 41 പന്തിൽ 60 റൺസാണ് ഗനി നേടിയത്. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 3-1 തോൽപ്പിച്ച് ബാഴ്സലോണ. ബാർസയുടെ തട്ടകമായ ന്യൂ ക്യാപ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 19-ാം മിനിറ്റിൽ അലക്സ് ബയനിയിലൂടെ അത്ലറ്റിക്കോയാണ് ആദ്യ ഗോൾ നേടിയത്. ഇതോടെ ബാർസ ആരാധകർ അല്പമൊന്ന് പേടിച്ചെങ്കിലും 26-ാം മിനിറ്റിൽ റാഫിഞ്ഞയുടെ ഗോളിൽ ആതിഥേയർ സമനില പിടിച്ചു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.84 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.